ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികത്തിന് നമ്മുടെ അച്ഛമ്മ വരികയാണ് ചെയ്യുന്നത്. വന്നോടനെ തന്നെ ചന്ദ്രമതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സച്ചി രേവതിക്ക് വിവാഹ വാർഷിക സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അച്ഛമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണേ. വീട്ടിന് മുറ്റത്ത് വണ്ടി വെച്ചതിന് ശേഷം ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് തിരികെ പോകാൻ വേണ്ടിയിട്ട് രേവതി എത്ര സമയം എടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ടേ. അച്ഛൻ ഇന്ന് സച്ചിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇന്ന് ട്രിപ്പിനൊന്നും പോകരുത്, വൈകുന്നേരം വരെ വീട്ടിൽ തന്നെ ഉണ്ടാകണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഈവനിങ് വീട്ടിൽ അച്ഛൻ ഫംഗ്ഷൻ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അമ്മയും ദേവുവിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് പോവാം. എല്ലാരും എന്ന് വെച്ചാൽ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ എല്ലാരും എന്ന് വെച്ചാൽ എല്ലാരും. ശരി, എന്തായാലും അമ്മ നമ്മൾ വരുന്നത് പ്രമാണിച്ച് വിവാഹ വാർഷികത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. ലക്ഷ്മിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സച്ചിയേട്ടൻ അങ്ങനെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷെ അമ്മയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തിട്ടുണ്ടാകും. സാധാരണ അമ്മ വിരുന്നൊരുക്കുന്ന സമയത്ത് മീൻ കറി വെച്ചിട്ടുണ്ടാവല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും. അതുണ്ടെങ്കിൽ തന്നെ വലിയൊരു സൽക്കാരം തന്നെയാണെന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ, രേവതിയും കൂട്ടി. സച്ചി രേവതി ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള 2-3 ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട്, സുഖവിവരമൊക്കെ. അത് കഴിഞ്ഞ ശേഷം പറയാണ് കേട്ടോ, ഇന്ന് നിങ്ങളുടെ 2പേരുടെയും കല്യാണ ദിവസമാണെന്നുള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിരുന്നു. അതേന്ന് രേവതി പറഞ്ഞു. 1 വർഷം എത്ര പെട്ടെന്നാണല്ലേ പോയത്. ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്, ഞങ്ങളും വീഡിയോ ഒക്കെ കണ്ടു. ഇപ്പോ എല്ലാ പ്രശ്നങ്ങളും ശരിയായില്ലേ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് രേവതി ശരിയാക്കിയില്ല. എന്തായാലും രേവതി, നീ കാരണം നിന്റെ ഭർത്താവ് ഒരുപാട് മാറിയിട്ടുണ്ട്, എല്ലാം നീ കാരണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ചെറിയ ചെറിയ ശീലങ്ങളൊക്കെ ഉണ്ട്, അത് പോകെ പോകെ ശരിയായിക്കോളും എന്നൊക്കെ രേവതിയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്. അവര് മാത്രമല്ല കേട്ടോ, കുറെ പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് വിവാഹ വാർഷിക ആശംസകളൊക്കെ കൊടുക്കുകയാണ് രേവതിക്കും സച്ചിക്കും. എന്തായാലും രേവതി, നിന്നെ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ അച്ഛൻ നിന്റെ കല്യാണം ഒരുപാട് ആഗ്രഹിച്ചതാണ് കാണണമെന്ന്. എന്തായാലും അവരുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവര് സന്തോഷിച്ചേനെ. അപ്പോഴേക്കും ദേവു അതുപോലെ ലക്ഷ്മിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിയെ കണ്ട ഉടനെ തന്നെ ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് സച്ചിയും രേവതിയും കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് സൽക്കരിക്കേ, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ലക്ഷ്മിയും ദേവും കൂടി ചേർന്നിട്ട് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം പറയാനിട്ട് നമ്മുടെ ദേവു. ആദ്യം നീ മലയാളത്തിൽ പറയും, വെറുതെ ഓരോന്ന് വെച്ചിരിക്കുന്നു വെഡിങ് കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നായിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ ആശംസകൾ അറിയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒട്ടിക്കൽ ഡേ എന്നുള്ള പേര് വെക്കേണ്ടി വരും എന്നുള്ള കാര്യം ചുമ്മാ കളിയാക്കുന്ന രീതി ദൈവം പറയുന്നുണ്ട്. എന്തായാലും 2 പേർക്കും ആദ്യം ആരതി ഒഴിയണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ കണ്ണു വെച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അവരൊക്കെ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതെ, എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലല്ലേ. സച്ചിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളും സത്യമാണെന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് അല്ലെന്നുള്ള കാര്യം രേവതി തെളിയിച്ചില്ലേ. പിന്നെന്താണ് ഈ സത്യവാൻ സാവിത്രി എന്ന് പറയുന്നത് പോലെ കൂടെ നിന്ന് നിങ്ങളുടെ മകള് എന്നെ രക്ഷിച്ചു, എല്ലാം ആ ആന്റണി ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ലക്ഷ്മി, ഇതില് ശരത്തിന് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ സച്ചി, ഈ വീഡിയോയും അവനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അവൻ തന്നെയാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. സച്ചിയേട്ട, അവന് തന്നെ ഈ ആന്റണി ഈ കാര്യം ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ആന്റണിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും സച്ചിക്കെതിരായിട്ട് അവൻ ഇതുവരെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ശരത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് അമ്മേ, ഇനി എന്തിനാ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സച്ചി പോയിട്ട് അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് രേവതിയുടെ അച്ഛന് ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ചിട്ട് 2 പേരും കൂടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ദൈവമാണെന്നുണ്ടെങ്കിൽ പോയിട്ട് മധുരമൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് 2 പേർക്കും. അമ്മ, ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. ഇനി കറിയും കൂടി വെക്കാനുണ്ട് മോളെ, അങ്ങനെയാണെങ്കിൽ അമ്മേ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവു, സച്ചേട്ട എന്തായാലും ഈ ഡ്രസ്സ് സച്ചേട്ടന് നല്ല സൂപ്പറായിട്ട് ചേരുന്നുണ്ട്, നന്നായിട്ടുണ്ടല്ലേ. വീട്ടില് അച്ഛനും അച്ഛമ്മയും അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് സച്ചി പറയാണേ. അമ്മേ, ഇത് ഏത് കടയിൽ നിന്ന് മേടിച്ചാണെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ മോനെ, ഞാനല്ല മേടിച്ചിട്ട് വന്നത്, ഇത് ശരത്ത് നിനക്ക് വേണ്ടിയിട്ട് നോക്കി മേടിച്ചോണ്ട് വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഭാവം മാറുന്നുണ്ട് കേട്ടോ. അത് രേവതിയുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടേ. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്ലാസ് എടുത്ത് താഴെ വെക്കുന്നുണ്ട് കേട്ടോ. എണീറ്റിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അവൻ മേടിച്ചോണ്ട് വന്നതാണോ എന്നുള്ള കാര്യം. അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശരത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ചേച്ചി എപ്പോ വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി, ഇത് അമ്മ മേടിച്ച ഷർട്ട് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, ഇപ്പോ ഇവ വാങ്ങിയെന്നല്ലേ പറഞ്ഞത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സച്ചിട്ട് ആര് മേടിച്ചാലും എന്താ, എന്റെ വീട്ടിൽ നിന്നല്ലേ മേടിച്ചു തന്നത്, അമ്മ മേടിച്ചാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
സത്യസന്ധമായി അധ്വാനിച്ച് കാശുകൊണ്ട് മേടിച്ചതായിരിക്കും. ഇവനത് എങ്ങനെ മേടിച്ചായിരിക്കും എനിക്കറിയാമെന്ന് പറയുമ്പോൾ, ചേച്ചി ഞാനത് അധ്വാനിച്ച് മേടിച്ചിട്ട് വാങ്ങിയത് തന്നെ എന്നുള്ള കാര്യം ശരത്ത് പറയുമ്പോൾ, നിന്റെ സമ്പാദ്യം എങ്ങനെയാ വരുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ലേ രേവതി, നീ എന്താ ഇത് മുന്നേ പറയാണ്ടിരുന്നത്? അങ്ങനെ രേവതിയെ കുറ്റം പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അവൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്ത് തരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു തന്നതാണ്. ആ വീഡിയോയുമായിട്ട് സച്ചേട്ട ശരത്തിന് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ദേവു പറയുമ്പോഴേക്കും ആ വീഡിയോയുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ ഇവന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ഇവ മേടിച്ചു തന്ന സാധനം ഞാൻ ഇടണമെന്നാണോ? അപ്പോഴേക്ക് ശരത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ മേടിച്ചു തന്നത് ഇട്ടാലേ എന്താ ചേച്ചി അവരുടെ ഗൗരവം അങ്ങ് കുറഞ്ഞു പോവോ? ആടാ എന്ന് ദേഷ്യത്തോടു കൂടി പറയാണ് കേട്ടോ സച്ചി. നീ മേടിച്ചു തന്നത് ഞാൻ എന്നെ തന്നെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതിന് തുല്യമാണ്, എന്നിട്ട് ആ ഷർട്ട് ഊരാണ് കേട്ടോ. സച്ചിയേട്ടൻ എന്താ ഈ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ മിണ്ടി പോരുത്, എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നീ, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോവാണ്. അതിന്റെ പുറകെ തന്നെ രേവതി ഓടുന്നുണ്ട്. സച്ചിയുടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി ചെല്ലുന്നത് കേട്ടോ. അതുപോലെ തന്നെ സച്ചിമോനെ നിക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും അതുപോലെ ദേവും ഒക്കെ പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷെ ആരും പറഞ്ഞത് കേൾക്കാതെ അവരവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ഇതെന്താ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നത്, ഇപ്പൊ വന്നപ്പോ നല്ലപോലെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയെന്നുള്ള കാര്യം എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി കാറിലേക്ക് കയറി പോകുമ്പോഴേക്കും എല്ലാവരും നോക്കുന്നുണ്ടെന്നൊക്കെ രേവതി പറയാണ് കേട്ടോ. നീ വരുന്നുണ്ടെങ്കിൽ കയറി എന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇന്ന് കല്യാണ ദിവസമായിട്ട് എന്തിനെങ്ങനെ അനാവശ്യ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? ശരി അമ്മേ, ഞാൻ പോവാണെന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. നീ പോകണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോഴേക്കും സച്ചി ഓൺ അടിക്കുന്നുണ്ട്. അങ്ങനെ രേവതി വേഗം ഓടി കയറുന്നുണ്ട്. സച്ചി രേവതിയും കാറെടുത്ത് അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് വായെടുത്തില്ലല്ലോ. അപ്പോഴേക്കും ഇത്രയും ദേഷ്യപ്പിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? അപ്പോഴേക്കും ശരത്തും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത്, ഞാൻ ഷർട്ട് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷപ്പെടുന്നല്ലേ അമ്മ പറഞ്ഞത്? കണ്ടില്ലേ ഇവരുടെ തനി സ്വരൂപം, ഇവരൊരിക്കലും മാറില്ല. തുടർന്ന് സച്ചി രേവതിയുടെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്? മെല്ലെ ഓടിക്ക്. പക്ഷെ അതൊന്നും കേൾക്കാതെ സച്ചി വണ്ടി ഓടിക്കുകയാണ്. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്തത്? അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമായി കാണും, നീ എന്താണ് അവ മേടിച്ചതെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയേണ്ടിരുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, സച്ചിയേട്ട എനിക്ക് തന്നെ അത് ഇപ്പോഴാണ് അറിയുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ, എന്റെ അനിയൻ മേടിച്ചതാ നിങ്ങൾ ഇടില്ലേ? എനിക്ക് അത് ഇഷ്ടമല്ല, അവന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും മേടിക്കില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇന്നോപനിയൻ ഇട്ടിട്ടാണോ വരുന്നത്? ഇങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എന്താ വിചാരിക്കുക? നിങ്ങളുടെ അമ്മയ്ക്ക് ഇനി ഇത് മതിയാകും, കൂട്ടിക്കൊണ്ട് പോയിട്ട് ഷർട്ട് പോലും ഇല്ലാതെ തിരികെ വിട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ തുടങ്ങും. ഇപ്പൊ എന്താ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഷർട്ട് ഇടണോ? അത്രയല്ലേ ഉള്ളൂ. അത് കേട്ട ഉടനെ തന്നെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുവാണ്. സച്ചിന് എന്തിനാ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, തുണിക്കടയിലേക്ക് എന്തിനാ പോവാ? ഷർട്ട് മേടിക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഷർട്ട് ഇടാണ്ടാണോ പോവുക? ആൾക്കാർ എന്താ വിചാരിക്കുക? അതിനിപ്പോ എന്താ കുഴപ്പം? അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയുമ്പോൾ, അതാണല്ലോ, അല്ലെങ്കിൽ ഷർട്ട് ഇങ്ങനെ ഒരു വലിച്ചെറിഞ്ഞിട്ട് പോരുമോ? എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയിട്ട് നിങ്ങളുടെ ഷർട്ട് മേടിച്ചിട്ട് വരാം. സൈസൊക്കെ എനിക്കറിയാം എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്റെ ഷർട്ടിന്റെ സൈസൊക്കെ നന്നായിട്ട് നീ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെ പറ്റി മാത്രം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ സമയത്ത് ഓരോ പോലെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യന്മാർ മനസ്സിലാക്കുക? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളാണ് ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. സച്ചി എപ്പോഴും സച്ചിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇരിക്കും, ഞാൻ പോയിട്ട് ഷർട്ട് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് രേവതി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും, അതിനൊന്നും ആവശ്യമില്ല, എനിക്കറിയാം പോവാന്. എന്നിട്ട് ആ ഇന്നർ ബനിയൻ ഇട്ടിട്ട് ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അയ്യോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പുറകെ ചെല്ലുന്നുണ്ട്. ഷോപ്പിലേക്ക് കയറുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല സർ എന്താ ഷർട്ട് ഇടാണ്ട് വന്നത്? അപ്പൊ മാത്രമല്ലേ ഷർട്ട് ഇട്ട് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റൂ? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സർ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിലും ഇതിൽ തെറ്റായിട്ട് വിചാരിക്കാൻ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് കേൾക്കുമ്പോ സന്തോഷമായിട്ടിരിക്കുന്നോ? അതേ മോളെ, കട ആരംഭിച്ചിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്രയോ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ കടയുടെ മേലെ ഇത്രയും വിശ്വാസം വെച്ച് ഷർട്ട് പോലും ഇടാതെ വന്ന ആദ്യത്തെ കസ്റ്റമർ ആണ്. ഇത് കേൾക്കുമ്പോ രേവതി ചിരിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ തലയും കുനിക്കുകയാണ്. ആ ഷോപ്പിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഷർട്ട് പോലും ഇടാതെ സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നെന്നുള്ള രീതി ആയല്ലോ. കാര്യം ചോദിക്കുന്നുണ്ട്, സാറിന് ഏത് ടൈപ്പിലുള്ള ഷർട്ടാണ് വേണ്ടത്? എന്റെ സൈസിലുള്ളത്. സച്ചിക്ക് ചേരുന്ന ഷർട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടക്കാരൻ സച്ചിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് സർ ഒരു കാര്യം, സർ ദിവസവും 1000 പേര് ഇവിടെ വരാറുണ്ട്, എന്നാൽ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായ സൈസിൽ ഇഷ്ടപ്പെട്ട ഷർട്ട് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇട്ട് ബനിയനോട് കൂടി വന്നിരിക്കുകയാണ് സർ. ഞങ്ങൾക്ക് ശരിക്കും ഇത് അഭിമാനമുള്ള കാര്യമാണ്. ഇത് ഞങ്ങളുടെ കടയിൽ മേലെ സാർ വെച്ചിരിക്കുന്ന വിശ്വാസമാണ്. എല്ലാവരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ബാക്കി സ്റ്റാഫിനെയും കൂടി വിളിക്കുകയാണ്. ഷർട്ട് കാണിച്ചു തരാൻ വേണ്ടി സർ എന്തിനാ എല്ലാവരും വിളിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നില്ലേ? ഇത് ഞങ്ങളുടെ കടയ്ക്ക് കിട്ടിയ വലിയ കോംപ്ലിമെന്റ് ആണ്. ഇത്രയും വിശ്വസ്തയോടുള്ള ഒരു കസ്റ്റമറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല സർ. ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ? അപ്പോഴേക്ക് സച്ചിക്ക് നാണാവുന്നുണ്ട് കേട്ടോ. 2 കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറക്കുന്നൊക്കെ ഉണ്ട്.
ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ള കാര്യം സച്ചിൻ അടുത്ത് ചോദിക്കുമ്പോൾ എന്തിനാ സാർ അതൊക്കെ? ഇങ്ങനെ ഒരു കസ്റ്റമർ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ശരിക്കും അഭിമാനമുണ്ട്. അത് നാലാൾക്കാരെ അറിയിക്കണ്ടേ സാർ? ഇതെല്ലാം കേൾക്കുമ്പോൾ രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഫോട്ടോസ് ഞങ്ങൾ കടയിൽ ഫ്രെയിം ചെയ്തിട്ട് ഇടാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട്, സച്ചിയും കൂടി കൂട്ടിയിട്ട് കേട്ടോ. സച്ചി വെറും ഇന്നർ ബനിയം മാത്രം ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. ഫോട്ടോ എടുത്തതിന് ശേഷം സച്ചി ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ കടയിലെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഈ ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ വെക്കണം. അത് മാത്രം പോരാ, ഇത് നമ്മുടെ കടയിലെ ഐഡിയില് സോഷ്യൽ മീഡിയയിൽ ഇടാനും കൂടി പറയുന്നുണ്ട്. ഈ ഫോട്ടോ വൈറലാക്കണം എന്നുള്ള കാര്യം കൂടി പറയാണ്. അത് കേട്ട ഉടനെ തന്നെ സച്ചി അവരുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അയ്യോ ചേട്ടാ, ഇപ്പോഴാണ് ഒരു വൈറൽ വീഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും ദയവ് ചെയ്തിട്ട് ഓരോന്നിലേക്ക് തോണ്ടി വിടരുത്. ഫോട്ടോ ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടരുത്. ശരി, അങ്ങനെയാണെങ്കിൽ സാർ ഞങ്ങളത് കടയിൽ ഫ്രെയിം ചെയ്തിട്ട് ഇട്ടോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓക്കെ എന്നുള്ള മട്ടില് സച്ചി കാണിച്ചു കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷർട്ട് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും ഓരോരോ ഷർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രേവതി നന്നായിട്ടുണ്ടെന്ന് പറയും. അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് പറഞ്ഞിട്ട് രേവതി എടുത്ത ഷർട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടതെന്ന് സച്ചി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്റെ അടുത്തോളം പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. സാർ എന്തായാലും നിങ്ങൾ ഭാഗ്യവാനാണ്. സാറിന് ഇത്രയും നല്ലൊരു വൈഫിനെ കിട്ടിയില്ലേ? പൊതുവെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനേ സമ്മതിക്കില്ല. കണ്ടില്ലേ എന്നുള്ള മട്ടില് രേവതി സച്ചിയുടെ അടുത്ത് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ തലയാട്ടിക്കൊണ്ട് ആ ഷർട്ട് ഇട്ടിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സച്ചി. ബില്ലിങ്ങിന്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സാർ ഞങ്ങളുടെ കടയിൽ വിശ്വസിച്ചിട്ട് സാർ വന്നില്ലേ, സാറിന് 30% ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കാര്യം. എന്തായാലും ഈ കാര്യം നിങ്ങൾ പുറത്ത് പറയാൻ നിൽക്കണ്ട, കാരണം വരുന്നവരൊക്കെ പിന്നെ ഷർട്ട് ഇടാണ്ടായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത്. വരട്ടെ സാർ എന്ന് പറഞ്ഞിട്ട് അവര് ഷർട്ടൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. ഷർട്ട് മേടിച്ച് പുറത്ത് വന്നതിന്റെ ശേഷം രേവതി പറയുന്നുണ്ട്, സച്ചിട്ട ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് ഈ ഷർട്ട് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ പുറത്ത് വരുമ്പോഴേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. എനിക്ക് എന്തറിയില്ല എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. നിന്റെ അനിയൻ മേടിച്ചു തന്ന ഷർട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ നോക്കിയില്ലേ? അവൻ ആഗ്രഹിച്ച് മേടിച്ചു തന്നല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അവൻ എന്ത് ഉദ്ദേശത്തിലാണ് മേടിച്ചു തന്നത്, എന്ത് കാശുകൊണ്ടാണ് മേടിച്ചു തന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ മുഖത്ത് പോലും നോക്കരുതെന്ന് വിചാരിച്ചതാണ് നിനക്ക് വേണ്ടിയിട്ട് വന്ന എന്നെ പറയണം. എന്തായാലും ഷർട്ട് മാറ്റിയില്ലേ, വീണ്ടും എന്തിനാ അവനെ കുറിച്ച് സംസാരിക്കുന്നത്? വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ സച്ചിയെ രേവതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക് യു.